ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ വേണ്ട പറയുന്നതിന് മുമ്പ് ഒരു 10-15 ദിവസം ഓടി അങ്ങ് പോയി. അമ്മയും അച്ഛനും മമ്മിയും എല്ലാവരും നാട്ടിൽ നിന്ന് വന്ന് അങ്ങനെ നാളെ അവർ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങിയത്. ഞങ്ങളുടെ ഇവിടെ ഒരു ആന്റിയുടെ വീട് വരെ പോകണം. അവിടെയൊക്കെ ഒന്ന് പോവുകയാണ്. അങ്ങനെ എത്ര പെട്ടെന്ന് ആ സമയമെല്ലാം പോയത്. ഇത്ര ദിവസം നല്ല രസമായിരുന്നു. വീട്ടില് ആളും പേരും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് ദിവസങ്ങൾ അങ്ങ് പോയത്. ഇപ്പൊ നാളെ പോകുന്ന കാര്യം ഓർക്കും വേണം. മക്കൾക്ക് ഇപ്പൊ അവർക്ക് അത്ര അറിയത്തില്ല നാളെ അച്ചാച്ചനും അച്ചമ്മയൊക്കെ പോവാന്നുള്ളത്. അങ്ങനെ അവരെ ആ ഒരു ഹാപ്പി മൂഡിൽ തന്നെയാണ്. ഞങ്ങൾ ആന്റിയുടെ വീട്ടിൽ വന്നപ്പോൾ അവിടെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ടിരുന്ന് കളിക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനത്തെ ഞായറാഴ്ച രാവിലെ 11:40 നമുക്ക് ട്രെയിൻ. അപ്പം ഇത് തന്നെ ഞങ്ങൾക്ക് ശനിയാഴ്ച വൈകിട്ട് ഒരു 6:30 ആയപ്പോഴാണ് ടിക്കറ്റ് കിട്ടിയതൊക്കെ. അതുകൊണ്ട് രാത്രിയിലാണ് അറിഞ്ഞത്. പിന്നെ 2 ദിവസം മുമ്പേ ഇങ്ങനെ പോകാനുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പായതുകൊണ്ട് ഇവര് എല്ലാവരും പോകാൻ ഇങ്ങനെ റെഡി ആയിട്ട് ബാഗ് എന്നും പാക്ക് ചെയ്തിങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ എന്തായാലും രാവിലെ 4 മണിക്കൊരു ട്രെയിൻ ഉണ്ടായിരുന്നു. അതിന് നമുക്ക് കിട്ടിയില്ല. 11:40 ട്രെയിനാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഒരു 10 മണി ആയപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാവരും 10-10:30 ആയപ്പോഴത്തേന് വന്നു. അപ്പോഴേ വന്നത് കാര്യമായി. കാരണം കുറെ തിരക്കും പാർക്കിങ്ങിനൊക്കെ കുറച്ച് പാടും ഒക്കെ ആയിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. പിന്നെ കുറെ നേരം ഇങ്ങനെ അകത്ത് വന്ന് ട്രെയിൻ കണ്ടുകൊണ്ട് ഇങ്ങനെ മക്കൾ ഇരിക്കുകയായിരുന്നു. അവരും അങ്ങ് പോവാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ചെറുത് കണ്ണെന്നറിയാൻ പോകുന്നില്ലെന്നുള്ളത്. പക്ഷെ കുഞ്ഞു പിന്നെ പോകാൻ നേരം ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. നമ്മൾ ആദ്യം ട്രെയിൻ വന്നപ്പം ലഗേജൊക്കെ എടുത്ത് വെക്കാൻ നേരം ഞാനും കുഞ്ഞുമൊക്കെ ആയിട്ട് കയറിയായിരുന്നു. അപ്പൊ അവന്റെ വിചാരം നമ്മളിപ്പോ പോവാന്നാ. പക്ഷെ ഇറങ്ങിയപ്പോഴത്തേന് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഇങ്ങ് വീട് വരെ അങ്ങ് കരച്ചിലായിരുന്നു. നമ്മൾ പിന്നെ ഇങ്ങ് വീട്ടിൽ വന്നപ്പോഴാണ് നമുക്ക് ഒത്തിരി അങ്ങ് സങ്കടം വരുന്നത്. കാരണം ഈ നമുക്കിവിടെ അങ്ങനെ ആരും വന്നിട്ടേ ഒന്നുമില്ല. ഇത്രയും ദിവസം ഇല്ല വീട്ടിൽ ആളും ബഹളവും ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു കയറിയപ്പോ ആരും ഇല്ലാത്ത ഒരു ഭയങ്കര ഇതായിരുന്നു നമുക്ക്. അന്ന് മാത്രമല്ല പിറ്റേ ദിവസം അതുപോലെ തന്നെ നമ്മൾ രാവിലെ എണീറ്റാണെങ്കിൽ നമുക്കൊന്നും ചെയ്യണമെന്ന് പോലും ഇല്ലായിരുന്നു. പിള്ളേരാണ് എണ്ണീറ്റിട്ട് അവര് രാവിലെ എണ്ണീറ്റ് വരുന്ന ഉടനെ അപ്പൂപ്പനും അമ്മൂമ്മ അച്ഛമ്മ എല്ലായിട്ട് വലിയ ബഹളമൊക്കെ അല്ലായിരുന്നു. ഇതിൽ എണ്ണീറ്റ് വന്നപ്പോ ആരും ഇല്ലാതെ അവരും ഇങ്ങനെ ഒരു കാർട്ടൂൺ പോലും കാണണ്ടേ, എല്ലാം അവിടെ ഇവിടെ ഇങ്ങനെ തൂക്കി പിടിച്ചിരിക്കുക. ഞാൻ കാണെങ്കിൽ ഇവരെല്ലാരും വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെ എല്ലായിടത്തും ഒന്ന് ഞങ്ങൾ വിചാരിച്ചിടത്തൊന്നും ഞങ്ങൾക്കൊന്ന് കൊണ്ടുപോകാനോ ഒന്നും പറ്റിയില്ലായിരുന്നു. എല്ലാം കൊണ്ടും കുറച്ച് തിരക്കൊക്കെ ആയി പോയി ചേട്ടനും. അതുകൊണ്ട് നമ്മൾ കുറെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ അവിടെ ഒന്നും ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റിയില്ല. പിന്നെ ഇവിടെ കുറച്ച് അമ്പലങ്ങളിലൊക്കെ ഒന്ന് കൊണ്ടുപോകാനൊക്കെ ഒന്ന് പറ്റുള്ളൂ. നമ്മൾ ഇവിടെ ഇങ്ങോട്ട് തിരിച്ചു പോരുന്നതിന് തന്നെ 2 ദിവസം മുമ്പ് ഇവിടെ കൊറാടി അമ്പലത്തിലൊക്കെ ഒന്ന് കൊണ്ടുപോയി. അപ്പൊ അതിന്റെ വീഡിയോസ് ഞാൻ ഇതിന്റെ കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ. അങ്ങനെ നാട്ടിൽ നിന്ന് വന്നവരെല്ലാരും 2 ആഴ്ച നിന്ന് തിരിച്ചു പോയി. വീണ്ടും ഞങ്ങൾ ഒറ്റയ്ക്കായി. അപ്പൊ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.